ഓരോ തവണ കൊച്ചിയിൽ പോകുമ്പോൾ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഈ മെട്രോ യാത്ര. മെട്രോയിൽ ഞാൻ ഇതുവരെ തന്നെ പോയിട്ടില്ല. ഇത്തവണ എനിക്ക് തന്നെ പോകാനുള്ള ഒരു അവസരം കിട്ടി. നമ്മുടെ ലൈഫിൽ ഓരോ പുതിയ കാര്യങ്ങൾ അത് നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പഠിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ബ്രേവും കോൺഫിഡൻ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്തവണ പോയത് കൊച്ചിയിലെ കേരള വിഷൻ്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനാണ്. ദ റെനെ കൊച്ചി പാലാരിവട്ടത്തിലാണ് പ്രോഗ്രാം നടന്നിരുന്നത്. നല്ല ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു, വെജും നോൺ വെജൊക്കെ ആയിട്ട്. ഞാൻ എല്ലാത്തിൽ നിന്നും കുറച്ചീശ എടുത്ത് നല്ലോണം ഭക്ഷണം കഴിച്ചു. വയറ് നിറഞ്ഞു എന്ന് മാത്രമല്ല, മനസ്സ് നിറഞ്ഞു. കാരണം പരിപാടി അത്ര ഗംഭീരമായിരുന്നു. സ്ത്രീകൾ ഇന്നും എല്ലാ രംഗത്തും സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ പല രംഗത്തും, അതിപ്പോൾ ബിസിനസ് ഫീൽഡായിക്കോട്ടെ, സിനിമ ഫീൽഡായിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ കഷ്ടപ്പെട്ട് ഉയർന്നു വന്ന ഒരുപാട് സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയായിരുന്നു. പല പല പാനൽ ഡിസ്കഷൻ ആയിട്ടായിരുന്നു പരിപാടി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അശ്വതി ശ്രീകാന്തിൻ്റെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അത് പക്ഷേ ഏറ്റവും അവസാനമായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ആദ്യത്തെ ഒരുവിധം എല്ലാ സെഷനിലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അവരുടെ എല്ലാം ഡിസ്കഷനും ക്ലാസ്സുകളിലും പങ്കെടുക്കാൻ പറ്റി. അതിൻ്റെ കൂടെ നമുക്കൊരു ഹുഡി ബാഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കിട്ടിയ കുറച്ച് പ്രൊഡക്ട്സ് ആണ്. ഇതൊക്കെ നല്ല ഫേസ് മാസ്കും അലോവേര ജെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. സിനിമ ഫീൽഡിൽ നിന്നാണെങ്കിലും ഒരുപാട് പേരുണ്ടായിരുന്നു. അവരുടെ ഡിസ്കഷനിൽ നിന്നാണ് കുറേ കാര്യങ്ങൾ, നമ്മൾ അറിയാത്ത പല കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇങ്ങനെയൊക്കെയും ഉണ്ട് സഫറിങ്സ് എന്ന് പറയുന്നത്, ഇതൊന്നല്ല എന്നുള്ളത് മനസ്സിലായി. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് ഗൗരിയാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. അങ്ങനെ പരിപാടിയൊക്കെ കണ്ടു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത്, ഞാൻ തന്നെ യാത്ര ചെയ്ത് കൊച്ചി വരെ പോയി ഇങ്ങനെ ഒരു പരിപാടി അറ്റൻഡ് ചെയ്ത് വന്നു. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു.